ഓ എപ്പോഴും വഴിയിൽ വല്ല ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഓ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പറ്റില്ല. എവിടെയാലും കിടക്കും. അങ്ങനെ പ്രത്യേകിച്ച് ടെന്റ് ഉണ്ട്. ടെന്റ് അടിക്കാൻ പറ്റുന്ന എവിടെയാണെങ്കിലും നമ്മൾ കിടക്കും. പിന്നെ ചെള്ളത്തൊക്കെ ആൾക്കാർ വന്ന് ഓടിക്കും. അപ്പം നമ്മുടെ നാട്ടിലൊരു ചുങ്കമുണ്ട്, ഇവിടെ ഒരു ചുങ്കമുണ്ട്, കോട്ടയത്തും ചുങ്കമുണ്ട്. ചുങ്കത്തോടെ ആദ്യം ഇറങ്ങിയത്. അപ്പം നമ്മൾ പാലക്കാട്ടെ ചുങ്കത്ത് എത്തിയിരിക്കുകയാണ്. അല്ല പോവാ. ആ 9ാമത്തെ ജില്ല. എല്ലാ ജില്ലയും കയറി ഇറങ്ങിയാ പോകുന്നത്. കോട്ടയത്തുനിന്ന്. അതെ 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 അതെ. ഞാൻ കോട്ടയത്തുനിന്ന് ഇറങ്ങി ആലപ്പുഴ ലോ ആൾട്ടിറ്റ്യൂഡ് കറങ്ങി നേരെ തീരദേശം വഴി തിരുവനന്തപുരം ചെന്നു. അത് കഴിഞ്ഞ് മലയോരം കയറി പത്തനംതിട്ട ഇറങ്ങി. അത് കഴിഞ്ഞ് ഇടുക്കി കയറി. അത് കഴിഞ്ഞ് നേരെ എറണാകുളം, തൃശ്ശൂർ, ഇപ്പോൾ പാലക്കാട്. ആ മൊത്തം കറങ്ങാം. ആ അതെ. എങ്ങനെ? അല്ല അല്ല, നമ്മൾ മാക്സിമം ഗ്രാമപ്രദേശങ്ങൾ കാണുക എന്നുള്ളതാണ്. ആ അതെ അതെ. അല്ല, കേരള ടു കാശ്മീരാ. 14 ഡിസ്ട്രിക്ട്, 28 സ്റ്റേറ്റ്, 8 യൂണിയൻ ടെറിട്ടറി. എല്ലാം കവർ ചെയ്ത് ഒരു 2 വർഷം. ആ ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. ഇപ്പോഴത്തെ പോലീസ് പുതുനഗരത്തിലെ സാർമാരാണ്. അപ്പോൾ നമ്മൾ പുതുനഗരമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ സാർമാർ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ആ പാലത്തേക്ക് 3 മീറ്ററിൽ ഹൈറ്റ് കൂടുതലുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഹൈറ്റ് 3 മീറ്റർ. അതുപോലെ നേരത്തെ അതിപ്പോൾ ക്രോസിംഗ് കാണുമായിരിക്കും. അവിടെ ഒരു തൂണ് പോലെ വല്ല ആർച്ച് വല്ലതും കാണുമായിരുന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ എഴുതി വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സാധനം കാണുന്നില്ല. അപ്പോൾ ആർച്ച് ചിലപ്പോൾ പൊട്ടിച്ച് കളഞ്ഞായിരിക്കും. എൻട്രി ആർച്ച് പോലെ വല്ലതും വെച്ചിരുന്നിരിക്കും. അപ്പോൾ അത് പൊട്ടിച്ച് കളഞ്ഞതായിരിക്കും ആണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വീതിയാണോ എനിക്കറിയില്ല. നമ്മൾ വന്ന ഏരിയ ഉണ്ടല്ലോ, അടിപൊളി സെറ്റിംഗ് ഏരിയ. ഇതുപോലുള്ള ധാരാളം ചെക്ക് ഡാമുകൾ പാലക്കാട് ജില്ലയിൽ കാണാൻ പറ്റും. കൊല്ലംകോട് ഗ്രാമപഞ്ചായത്ത്, അങ്ങനെ നമ്മുടെ കൊല്ലംകോട് ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസ്സാക്കിയിട്ട് നമ്മുടെ ഒരുപാട് കാലത്തെ ആഗ്രഹം
കൊല്ലങ്കോട്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം. ഈ വെള്ളമൊക്കെ ചാടുന്നുണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം. അപ്പോൾ തിരിച്ചു വന്നാൽ ഇന്ന് കിടക്കാൻ ഒരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവർ തന്നെ ആകാം എന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ. കിടക്കാനുള്ള തെരഞ്ഞെടുക്കാനുള്ള സൗകര്യം കഴിവായിരിക്കും. ചോദിച്ച് നോക്കണം. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു സ്ഥാപനം കണ്ടു. കിടക്കാനായിരിക്കും. വൈകുന്നേരം വന്ന് ചോദിച്ച് നോക്കാം. അപ്പോൾ ശരി, ചവിട്ടില്ല. ഈ കാലത്തിലൊക്കെ പോയിട്ട് വരുമോ എന്നറിയില്ല. ഏതായാലും നമ്മൾ ഇവിടം വരെ പോയിട്ടില്ല. വണ്ടി എന്താ പറയുന്നത്? ആയിക്കോട്ടെ, ചേട്ടാ എന്നാ ഒറ്റ വെച്ചിട്ടും കാര്യമില്ല. ഞാൻ ഇങ്ങനെ പോകും. എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റും. കേരളത്തിലെ 9ാമത്തെ ജില്ല വരെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകാൻ. ഒരു കാര്യമില്ല ചേട്ടാ, ഇനിയൊന്നും കൂടിയല്ല വഴിക്ക്. അത് നിങ്ങൾ നാട്ടുകാരില്ലായിരിക്കും. ഹായ് ബ്രോ. ഹായ്. അപ്പോൾ കൊല്ലങ്കോടിനുള്ള യാത്ര നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പോഴത്തെ കാഴ്ചകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ വരുന്ന വഴിയിൽ ഒരു വലിയ പേരാല് നിൽക്കുന്നുണ്ട്. എന്നാ രസമാണെന്ന് നോക്കി. അടിപൊളിയല്ലേ. ഒരു പഴയ കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു ഇവിടെ, ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കള്ള് ഷാപ്പ് അടച്ചെന്ന് തോന്നുന്നു. അപ്പോഴത്തെ നെല്ലൊക്കെ കതിരിട്ട് തുടങ്ങിയിരിക്കുന്ന നെൽപ്പാടമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോഴത്തെ ഇത് കണ്ടോ, ഒരു വലിയ പേരാല്. ഈ പേരാലിൻ്റെ വേരൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വണ്ടിയിലൊക്കെ തട്ടി തട്ടി അത് ഒടിഞ്ഞ് നിൽക്കുന്നു. ആ സൈഡൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്നു. വണ്ടി വരയുന്നതാണ്. അപ്പോഴത്തേ നമ്മുടെ കുഞ്ഞിയും വണ്ടിയും കുഞ്ഞിയും ഇവിടെയുണ്ട്. നമ്മളെ സ്പോൺസർ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. എന്നെ വഴിയിൽ സഹായിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് നന്ദി. ചെയ്ത് കണ്ടോ, കുഞ്ഞി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ചെയ്ത് കണ്ടോ, നമ്മളെ സഹായിക്കുന്ന ആളുകളൊക്കെ ഇവിടെയുണ്ട്. നമ്മുടെ വണ്ടി ശരിയാക്കി തന്ന ഒള്ളി സ്പോർട്സ്, അതുപോലെ തന്നെ നമ്മളെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ വിളിച്ച് ശല്യം ചെയ്യുന്ന നമ്മുടെ ജെ എഞ്ചിനീയറിംഗ് വർക്ക്സിലെ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പാലക്കാടിൻ്റെ മണ്ണിലെ നല്ല മനോഹരമായ പച്ചപ്പിൻ്റെ കാഴ്ചകൾ ഇതാ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പേരാലിൻ്റെയും അടുത്താണ് നമ്മൾ. അപ്പോൾ ഞാനിവിടെ ഒരു കാഴ്ച കണ്ട്. ഇത് കണ്ടോ, ഈ പേരാലിനോട് ചേർന്ന് ഒരു കരിക്ക് വെട്ടുന്ന ഒരു സംഭവമായിരുന്നു നേരത്തെ എന്ന് തോന്നുന്നു. ഒരു പുളിമരത്തിൻ്റെ തണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ ഒരു നല്ല ഷെഡ് പണിത് വെച്ചിരിക്കുന്നു. അടിപൊളിയല്ലേ. നല്ല തണലത്ത് നമുക്ക് 2 തടിയും കൂടി ഉണ്ടായിരുന്നേ അവിടെ കയറി ഇരുന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമായിരുന്നു. വേണ്ടോ, നല്ല അടിപൊളി സീന്. പേരാല്, അരയാല്, പേരാലൊക്കെ കായ്ച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഓടി സംഭവം, എന്താ തണുപ്പ് കേട്ടോ. വേരാണ് കേട്ടോ, വേരിറങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ മിക്കവാറും ഇന്ന് വൈകിട്ട് ഞാൻ ഇവിടെ ടെൻ്റ് അടിക്കും. ഓടി സംഭവമാണ്, പേരാലാണ് കേട്ടോ. എൻ്റെ വേരിൻ്റെ ഒരു നമ്മളെ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെയുണ്ട്. അടിപൊളി. അപ്പോൾ അതിൻ്റെ ചുവട്ടിലാണ് കുഞ്ഞ് റെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ പാണ്ടക്കെട്ടെല്ലാം തൂക്കിയിട്ടിരിക്കുന്നതാണ് കണ്ടോ. അതാണ് നമ്മുടെ വണ്ടി. കുഞ്ഞി ഓക്കെ അല്ലേടി? നീ സെറ്റല്ലേ? നീ സെറ്റാണ്, ഞാൻ സെറ്റാ. പോയേക്കാം. നല്ല തണുത്ത കാറ്റുണ്ട്, പോയേക്കാം. അപ്പോഴത്തെ നമ്മൾ വന്ന വഴിയിൽ നമ്മളെ 2 സഹോദരന്മാർ പിടിച്ചു നിർത്തിയതാണ്. പേരെന്ന് പറഞ്ഞു? എൻ്റെ പേര് സുധി. അരുൺ.
രണ്ടുപേരും കൂടെ ഈ ഹോട്ടലിൻ്റെ ഇവിടെ നിൽക്കുമായിരുന്നു. നല്ലൊരു വൈബടിച്ച സ്ഥലത്താണ് ഇവർ നിന്നിരുന്നത്. ബെസ്റ്റ് ബേക്കേഴ്സിൻ്റെ അടുത്താണ്, ന്യൂ ബെസ്റ്റ് ബേക്കേഴ്സിൻ്റെ അടുത്ത് വെച്ച് എന്നെ പിടിച്ച് എനിക്കൊരു സർബത്തൊക്കെ വാങ്ങിച്ചു തന്നു. പിന്നെ കുഞ്ഞിനെ അവരുടെ കയ്യിലോട്ടങ്ങ് കൊടുത്തു വെച്ച് വേണ്ടോ. അപ്പോൾ കുഞ്ഞിക്ക് ആളായി. കുഞ്ഞൊന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അതിലൊന്നും ഉണ്ടോക്കെ വീഡിയോ എടുക്കാം. ആണ് ഒരു ചാഞ്ഞ തെങ്ങിൻ്റെ കീഴെയാണ് ഞാൻ നിൽക്കുന്നത്. ഒരു ചാഞ്ഞ തെങ്ങ്. അപ്പോഴത്തെ കുഞ്ഞിനെ ഉടമസ്ഥൻ മാറി. കുഞ്ഞിതേ പാഞ്ഞു വരുന്നുണ്ട്. ഇത് വളരെ കൂളായിട്ട് അവൾ നടന്നു വരുന്നുണ്ട്. വരവ് കണ്ടോ, എന്തോ അവൾ കണ്ടുപിടിച്ച് നടക്കുന്ന പോലെയുണ്ട്. അന്ന് നേരെ എൻ്റെ അടുത്തോട്ട് തന്നെ വന്നു. എന്നതിന് നേരെ കൂടി നീ പൊക്കോ അങ്ങോട്ട് പോ. കുഞ്ഞിന്ന് വിളിച്ചാൽ മതി. അതെ വിട്ടു പോകുന്നുണ്ട്. എങ്ങോട്ടാണെന്നൊരു പിടുത്തമില്ല. അതൊക്കെയാലും അവൾക്ക് ഈ ഏരിയ ഇഷ്ടപ്പെട്ട്. അപ്പുറത്ത് അവിടെ ഒരു ശത്രു കിടന്ന് കുരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ബൂമറാങ് ഇവിടെ വന്ന് നിൽക്കും. കണ്ടാണോ? ഇഞ്ഞാ ഇവിടെ വന്ന് നിന്ന്. എന്തുവാ വെള്ളത്തിൽ ചാടുന്നോ? വെള്ളത്തിൽ ചാടാ, വാ വെള്ളത്തിൽ ചാടാ. ഇല്ല, വെള്ളത്തിൽ ചാടാന്ന് പറഞ്ഞപ്പോൾ ഓടി. പോവാണോ നീ? തിരിച്ചു പോവാണോ ഡി? എന്നാ പോക്കോ, തിരിച്ചു പോക്കോ. മൂത്രം ഒഴിക്കാനാണോ? വ്യത്യസ്തമായ കളറുകളിലുള്ള വീടുകളാണ്. പച്ച, സൂര്യപ്രകാശം പടിഞ്ഞാട്ടാണ് ചായത്, അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണത്തില്ല. അതുപോലെ തന്നെ ഇവിടെ പുതിയ വീടുകളും കാണാം. കരിമ്പനയും തെങ്ങും നെല്ലും ചേർന്ന ആ കോമ്പിനേഷൻ. പിന്നെ അവിടെ മാന്തോപ്പാണെന്ന് തോന്നുന്നു. അത് മാന്തോപ്പാണെന്ന് തോന്നുന്നു അല്ലേ? മുതലമട അല്ലേ? മുതലമടയിലെ മാന്തോപ്പുകളാണ് ഈ കാണുന്നത്. ആ സൈഡിൽ നോക്കും കണ്ടാ, നിറയെ മാവ്. അടിപൊളി. അപ്പോൾ നമ്മൾ മുതലമടയിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് മുതലമട. പിന്നെ നമുക്ക് എവിടെയെല്ലാം പോവാം, അവിടെയെല്ലാം പോവാം. ഇപ്പോഴത്തെ ഇവിടെ ഒരുത്തി സമീകൃത ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനെ പെഡിഗിരി ബിസ്ക്കറ്റ്, എന്നിട്ട് മീൻ മാത്രം തപ്പി നോക്കുക. ഇത് കഴിച്ചേ, കഴിച്ചു, വെള്ളം തരാം, കഴിച്ചു. അപ്പോൾ ഞങ്ങളിതേ ഇവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി സ്ഥലം. ഇത് കണ്ടോ, പാടശേഖരം ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതുവഴി അങ്ങ് അകലേക്ക് ഞങ്ങളൊന്ന് നടന്നു പോകാമെന്ന് വെച്ച്. അപ്പോൾ പാടശേഖരത്തൂടെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പോകുന്ന കാണാം. അങ്ങേ സൈഡിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങ് അറ്റം വരെ ഒന്ന് പോയിട്ട് നടന്നു വരാം. ഇല്ലടി, നമുക്ക് ഈ പാടം ഒന്ന് കണ്ടിട്ട് വരാം. എന്തിനു കുഞ്ഞി, പാടം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം ഞങ്ങൾ പാലക്കാടിൻ്റെ മണ്ണിൽ അടിപൊളി പാടശേഖരത്ത് നിൽക്കുകയാണ്. വൈകുന്നേരമായി കേട്ടോ. മുതലമട റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള യാത്രയിലാണ്. ഇനി വാ, കുഞ്ഞിനെ ഒന്ന് നടത്താൻ. നാട് മുഴുവൻ നായ്ക്കുട്ടികളായതുകൊണ്ടൊന്ന് ഒതുങ്ങി ഒന്നിറങ്ങിയതാണ്. ഇല്ല കടിക്കുക, പ്രശ്നമില്ല. വാ കുഞ്ഞേ, വാ നമുക്ക് പാടത്തൂടെ ഒന്ന് പോയിട്ട് വരാം. ആദ്യമായിട്ടല്ല നീ പാടത്തിൻ്റെ നടുക്കൂടെ പോകുന്നത്. കുട്ടനാട്ടിൽ കൂടെ നടന്നെന്നും പറഞ്ഞൊരു കാര്യമുണ്ടോ? പാലക്കാടൻ പാടത്തിൻ്റെ നടുക്കൂടെ നടക്കണം കേട്ടോ. നടക്കുക. കുഞ്ഞ് ഇങ്ങനെ പാടത്തിൻ്റെ നടുക്കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൈക്കിൾ മറിയാനോ ഇല്ല. സൈക്കിളിൽ ഒരു ഗോപ്രോ ഇരിപ്പുണ്ട്. ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാൽ ഞാൻ ഉത്തരവാദിയല്ല, കുഞ്ഞിയാണ് ഉത്തരവാദി. അപ്പോൾ കുഞ്ഞി വാ, മുമ്പിൽ കയറി നടക്ക്, മുമ്പിൽ പോ, നടന്നു പൊക്കോ. അപ്പം ഞങ്ങളിവിടെ മൂന്നും കൂടി ഒരു തെങ്ങിൻ്റെ മൂട്ടിലെത്തിയിട്ടുണ്ട്. കണ്ടോ, അടിപൊളി തെങ്ങുംതോപ്പ്, പുറകിൽ നല്ല മലനിരകൾ. കുഞ്ഞി അങ്ങോട്ട് പോകുന്ന സൂക്ഷിച്ചേ. പശ്ചിമഘട്ട മലനിരകളുടെ ഒരു സൈഡാണ് കാണുന്നത്.
ഇവിടെ ആ സൈഡിലാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. സൂര്യൻ അസ്തമിക്കാനുള്ള പരിപാടിയിലാണ്. ആ മനോഹാരിതയിൽ ഈ പാടശേഖരം നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, പാടത്തേക്ക് വെള്ളമൊക്കെ കയറ്റി വിടുന്നത് കാണാം. ഇത് കണ്ടോ, ആ സൈഡിൽ കൂടെ കനാലാണ് ഒഴുകുന്നത്. ആ കനാലിൽ കൂടിയാണ് ഇങ്ങോട്ട് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ തന്നെ നമ്മൾ കുഞ്ഞി ഞാനിവിടെ ഇങ്ങോട്ട് വന്നതാണ്. ഇത് കണ്ടോ, മനോഹരമായ ആ കാഴ്ച ഒരു ഫ്രെയിമാണ്. ഇരിക്കുന്നു ആശാത്തി തെങ്ങിൻ്റെ മൂട്ടിപ്പോയിരിപ്പുണ്ട്. വളരെ നിർബന്ധിച്ചിട്ടാണ് അവിടെ പോയിരുന്നത്. ആരാണ്ടെയൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണേ, ആ വേണ്ട വരുന്നു. കുഞ്ഞിപ്പെണ്ണെ ഓടി വരുന്നുണ്ട് അല്ലേ? കുഞ്ഞിപ്പെണ്ണെ ഓടി വരുന്നുണ്ടോ? ചാടിക്കോ, വാ ചാടിപ്പോര്. മുമ്പിൽ കയറി നടന്നോ, മുമ്പിൽ കയറി നടക്കുക. അല്ല എൻ്റെ കാലെ തട്ടി വീഴും. വാ, ഞാൻ ഇനി പുറകോട്ട് നോക്കിയാണ്. ആണ് എൻ്റെ അവസ്ഥ. അപ്പോഴത്തേ അവിടെ നിൽക്കും. കേട്ടോ, കത്തി വാലും കുലുക്കി വരുന്നുണ്ട്. ഒന്ന് വാല് കുലുക്കിക്കേ. ചിക്കി 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 ചിക്കി. വാ, ഇങ്ങനെ പോയി ഞങ്ങൾ ചാടി പോരുവാണ്. എന്താ എൻ്റെ പുറകെ തന്നെയുണ്ട് ആൾ. ആശാത്തി ഇന്ന് പാടത്ത് വന്ന് ഞങ്ങൾ നടന്ന് പാടത്തിൻ്റെ ഇങ്ങറ്റത്തെത്തി കേട്ടോ. സൈക്കിളൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയപ്പോൾ ഞങ്ങൾ അറിയില്ല. ആ പരുവത്തിൽ ഞങ്ങൾ പാടത്തിൻ്റെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്.